വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഹൈക്കോടതിയിൽ നിന്ന് വരികയാണ്. ഡോക്ടർ എം.കെ. റാമിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങളിലെ വീഴ്ചയിൽ പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഡിവൈഎസ്പി ആയിട്ട് എത്ര വർഷമായി എന്ന അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി ആരാഞ്ഞു. അറസ്റ്റിന്റെ പശ്ചാത്തലം പ്രതിയെ അറിയിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് അറിയാമായിരുന്നില്ലേ എന്നും കോടതി ചോദിച്ചു. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ് എന്നും ഹൈക്കോടതി വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി പോലീസിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ റാമിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതിരോധത്തിലായിരുന്നു. എന്തായാലും ഇപ്പോൾ ചോദ്യങ്ങൾ ആരാഞ്ഞിരിക്കുകയാണ് കോടതി. പറയൂ, ഇന്ന് എന്താണ് കോടതിയിൽ സംഭവിച്ചത്? നമ്മൾ പറഞ്ഞതുപോലെ വലിയ ഒരു വിമർശനം തന്നെയാണ് ഹൈക്കോടതി ഡോക്ടർ എം.കെ. റാമിന്റെ അറസ്റ്റ് നടപടികളിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അതനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഹാജരായപ്പോഴാണ് കോടതി ആദ്യം ചോദിച്ചത് ഡിവൈഎസ്പി ആയിട്ട് എത്ര വർഷമായി എന്ന കാര്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് തിരക്കിയത്. 1 വർഷമായി എന്ന മറുപടി നൽകി. അറസ്റ്റിന്റെ പശ്ചാത്തലം പ്രതിയെ അറിയിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശമുണ്ട്, അക്കാര്യത്തെക്കുറിച്ച് അറിയില്ലേ എന്നും കോടതി ചോദിച്ചു. പ്രതി രക്ഷപ്പെടണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നു എന്നതടക്കമുള്ള വാക്കാലുള്ള പരാമർശങ്ങളും കോടതിയിൽ നിന്ന് ഉണ്ടായി. കാരണം പ്രതിക്ക് രക്ഷപ്പെടുന്ന രീതിയിലായിരുന്നു പോലീസ് നടപടികൾ എന്ന കാര്യം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് പൂർത്തിയാക്കിയത് സ്വാഭാവികമായും പ്രതിക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും പ്രതിയെ സഹായിക്കുന്ന നിലയിലേക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം പ്രതിയെ സഹായിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണോ ഉണ്ടായത് എന്ന കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. പ്രതി രക്ഷപ്പെടണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ചെയ്തത് ഗുരുതരമായ തെറ്റാണ്. ആഭ്യന്തര വകുപ്പിനോട് വിരോധമുണ്ടോ എന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി തിരക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥരോട് തിരക്കി. ആഭ്യന്തര വകുപ്പിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധമുള്ളത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തത് എന്ന കാര്യം തന്നെയാണ് ചോദിച്ചത്. സർക്കാർ നാണം കെടണമായിരുന്നോ എന്നതാണോ ഉദ്ദേശം എന്ന കാര്യം ചോദിച്ചു. അങ്ങനെ എം.കെ. റാമിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിരൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് നേരിട്ട് ഹാജരായ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇവിടെ കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഡോക്ടർ എം.കെ. റാമിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങളിലെ വീഴ്ചയിൽ പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. പോലീസിനെ അക്ഷരാർത്ഥത്തിൽ കുടയുകയായിരുന്നു കോടതി. ഡിവൈഎസ്പി ആയിട്ട് എത്ര നാളായി എന്ന അതിശക്തമായ ചോദ്യം കൂടി കോടതി ഉന്നയിക്കുമ്പോൾ ഉത്തരം മുട്ടുകയാണ് പോലീസ് സംവിധാനത്തിന്.